പോലീസിന്റെ നരനായാട്ടാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ മറ്റ് രീതിയിലുള്ള ഇടപെടൽ, അതായത് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചിരുന്നില്ലേ? എല്ലാ തരത്തിലും പരാതി നൽകിയിരുന്നു. ഞങ്ങൾ എല്ലാ രീതിയിലുള്ള നടപടികളും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിക്കണേ. 6 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നേ. 1 വർഷമായിട്ട് റോഡ് സൈഡിൽ ഞങ്ങൾ സമരം ചെയ്തു. ഒരു എന്താ പറയാ, നമുക്ക് വേണ്ടി ഒരു നീതി നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനുശേഷമാണ് ഞങ്ങൾ പ്രസ് കാട്ടിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ സമരപന്തലായിട്ട് ഇന്നേക്ക് 100 ദിവസമാവുകയാണ്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളെ ഭാഗത്തേക്ക്. ഇതിനു ശേഷമാണ് ഞങ്ങൾ വഴിതടയൽ സമരത്തിലേക്ക് നിന്നത്. ഒരു നാട്ടിൽ 5000-ഓളം കുടുംബങ്ങളുണ്ട്. 5000-ഓളം കുടുംബങ്ങളാണ് ഇന്ന് ഇറങ്ങിയത് അവിടെ. ആഷ്മില, എത്ര പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്? നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. പരിക്കുണ്ട്, ഞങ്ങളെ കൂട്ടത്തിലുള്ള പലർക്കും പരിക്കുണ്ട്. പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ച് കുട്ടികൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വളരെ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കിന് കുറെ വൃദ്ധന്മാര് തളർന്നു വീണിട്ടുണ്ട്. ഗ്രനേഡ് പൊട്ടിച്ച് കണ്ണിലായിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. എത്രത്തോളം ഗുരുതരമാണ് ഇവരുടെയൊക്കെ പരുക്ക്? വളരെ ക്രിട്ടിക്കലാണ്. കുറെ കാഷ്വാലിറ്റി ഉണ്ട്. ആംബുലൻസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.